യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വചനം, എന്നെ ഒത്തിരി സ്പർശിച്ച, എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വചനമാണ് ഇത്. എന്നാൽ നമുക്കറിയാം, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, ചെറിയൊരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ജോലിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ രോഗമോ അസ്വസ്ഥതയൊക്കെ വരുമ്പം ഇനി മുമ്പോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ മുമ്പോട്ട് പോകുമെന്നൊക്കെ അറിയാതെ വലിയ വിഷമത്തിലൂടെ, വലിയ മാനസിക സംഘർഷത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. പഴയ കാലത്തെ പോലെയല്ല, വഴി അറിയാതെ നിൽക്കുന്ന, വഴി മുട്ടി നിൽക്കുന്ന ഒരു തലമുറയാണ് ഈ കാലഘട്ടത്തിലുള്ളത്. പക്ഷേ പണ്ടുള്ളവരങ്ങനെയല്ല, വഴി വെട്ടിത്തുറന്ന ഏതെങ്കിലും ഒരു വഴിയിലൂടെ മുന്നേറണമെന്നൊരു വാശി ഉണ്ടായിരുന്ന ജനമാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജീവിതത്തിൽ ഇങ്ങനെ വീഴ്ച ഉണ്ടാകുമ്പോൾ പലപ്പോഴും മദ്യത്തിലും മയക്കുമരുന്നിലും ലോകത്തിൻ്റേതായ ചില കാര്യങ്ങളിലൊക്കെ ആശ്രയിച്ച് വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് പോകുന്നവരെ കാണാം. എന്നാൽ വചനം പറയുക, നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ വീണ്ടും ശക്തി പ്രാപിക്കും. എത്ര വലിയ തകർച്ചയിലൂടെ, എത്ര വലിയ ക്രൈസിസിലൂടെ, എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നീ വീണ്ടും ശക്തി പ്രാപിക്കും. പഴയതിനേക്കാളും കൂടുതൽ ശക്തി പ്രാപിക്കാനായിട്ട് വരും. പക്ഷേ ആശ്രയം എപ്പോഴും ഈശോയിലാകണം, ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണം. അപ്പോൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. എത്ര ഓടിയാലും ക്ഷീണിക്കത്തുമില്ല, എത്ര നടന്നാലും തളരുകയില്ല. കഴുകൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, എത്ര ഉയരത്തിൽ, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ ഭൂമിയിലുള്ളൊരു ചെറിയ വസ്തുവിനെ പോലും കണ്ടെത്താൻ വേണ്ടി, കാണാനായിട്ട് അതിന് പറ്റും. വളരെ പെട്ടെന്ന് താഴേക്ക് വരികയും അതേപോലെ വളരെ വേഗത്തിൽ ഉന്നതിയിലേക്ക് ഇങ്ങനെ പറന്ന് പൊങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ദൈവത്തിന് ആശ്രയിക്കുന്നതെങ്കിൽ എത്ര വലിയ വീഴ്ചയിലാണെങ്കിലും, എത്ര വലിയ തളർച്ചയിലാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും വളരെ വേഗം ഇതിൽ നിന്ന് ഏറ്റവും ഉന്നതിലേക്ക് പറന്നുയരാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. നമ്മൾ ക്ഷീണിക്കത്തില്ല, തളരത്തില്ല, തളർന്നു പോകത്തില്ല, ഒരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റത്തില്ല. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മൾ ശക്തിയേറ്റ് വീഴാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ. ചെറുപ്പക്കാർ പോലും ഇങ്ങനെ ശക്തിയേറ്റ് വീഴുമെന്നാണ് പറയുന്നത്, യുവാക്കൾ തളരുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെത്ര പ്രായമുള്ളവരായിക്കോട്ടെ, ഏത് ജീവിത സാഹചര്യത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ തമ്പുരാൻ നമ്മുടെ കൈ പിടിക്കും. നമ്മൾ ഒരിക്കലും ശക്തിയേറ്റ് വീഴത്തില്ല. ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും ഉന്നതിയിലേക്ക് വലിയ സ്വപ്നങ്ങളിലേക്ക് പറന്നു വരാൻ വേണ്ടി പറ്റും. ഈശോ എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.